കനത്ത മഴയിൽ കണ്ണൂർ നഗരത്തിൽ കെട്ടിടം തകർന്നതിനു പിന്നിൽ കോർപ്പറേഷൻ അനാസ. മഴക്കാലത്തിനു മുൻപ് അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ കണ്ടെത്തി മുൻകരുതലുകൾ സ്വീകരിച്ചില്ല. ഓടകൾ വൃത്തിയാക്കാത്തതിനാൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നതും കാലപ്പഴക്കമുള്ള കെട്ടിടങ്ങൾക്ക് ഭീഷണി ഉയർത്തി. കണ്ണൂർ കോർപ്പറേഷനിൽ നിന്നും വെളിപ്പാട് അകലെയുള്ള കെട്ടിടമാണ് കനത്ത മഴയിൽ തകർന്നു വീണത്. മതിലും കാലപ്പഴക്കമുള്ള കെട്ടിടവും റോഡിലേക്ക് തകർന്നു വീഴുകയായിരുന്നു. സംഭവ സമയത്ത് വാഹനങ്ങളോ കാൽനടയാത്രക്കാരോ ഇല്ലാത്തതിനാലാണ് വൻ അപകടം ഒഴിവായത്. മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപ് കോർപ്പറേഷൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാത്തതിനാൽ നഗരത്തിലെ കാലപ്പഴക്കമുള്ള കെട്ടിടങ്ങൾ ജീവന് ഭീഷണി ഉയർത്തുകയാണ്. നഗരത്തിൽ അപകട സാധ്യതയുള്ള പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ആവശ്യപ്പെട്ടു. നിരവധി ആളുകൾ കാൽനടയായി കടന്നുപോകുന്ന വഴി, എത്രയോ വാഹനങ്ങൾ കടന്നുപോകുന്ന സ്ഥലം, അവിടെയാണ് പഴയ കെട്ടിടം തകർന്നു വീണിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് കണ്ണൂർ കോർപ്പറേഷന്റെ അനാസ്ഥയുടെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. കണ്ണൂർ നഗരത്തിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ പഴകിയ കെട്ടിടങ്ങൾ കാണാം. ആ പഴകിയ കെട്ടിടങ്ങൾ എപ്പോഴാണ് തകർന്നു വീഴുക എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. അത്തരം കെട്ടിടങ്ങൾ കണ്ടെത്തി നിയമപരമായി നോട്ടീസ് നൽകി ആ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാനുള്ള ചുമതല കണ്ണൂർ കോർപ്പറേഷനാണ് ഉള്ളത്. ആ ചുമതല നിർവഹിക്കുന്നതിൽ കാണിച്ചിട്ടുള്ള അനാസ്ഥയാണ് ഈ ഒരു അപകടം ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മഴക്കാലത്തെ നേരിടാൻ കോർപ്പറേഷൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആരോപണം. മഴക്കാലപൂർവ്വ ശുചീകരണം ശരിയായി നടപ്പാക്കാത്തതിനാൽ നഗരത്തിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ്. കൈരളി ന്യൂസ്, കണ്ണൂർ.